ടി.ജി. മോഹൻദാസ് സമൂഹത്തിൽ ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ വീഡിയോ പ്രചരിപ്പിച്ചെന്ന് റിമാൻഡ് റിപ്പോർട്ട്. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന ആക്ഷേപങ്ങൾ നടത്തി ഡൽഹി സമരക്കാരിൽ ഭയവും ആശങ്കയും സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അർജുൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിൽ സൂചിപ്പിക്കുന്നുള്ളത്? ലിനിഷ, പ്രതി പൊതുസമൂഹത്തിനും പൊതുശാന്തിക്കും ഭംഗം വരുത്തണമെന്നും പൊതുസമൂഹത്തിനിടയിൽ ലഹള ഉണ്ടാക്കാനും വേണ്ടി വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്നതായ ആക്ഷേപകരമായ ഉള്ളടക്കങ്ങൾ ഈ വീഡിയോയിലൂടെ പ്രചരിപ്പിച്ചു. ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണം എന്ന് പ്രസ്താവന നടത്തി വിദ്യാർത്ഥികളിൽ ഭയവും ആശങ്കയും ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ടി.ജി. മോഹൻദാസിനെതിരായ റിമാൻഡ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണത്തോട് പ്രതി സഹകരിച്ചില്ല. പിന്നീട് സൈബർ പോലീസ് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് കുറ്റം സമ്മതിക്കുന്ന നിലയിലേക്ക് പ്രതി മാറിയത്, പ്രതി കുറ്റം സമ്മതിച്ചത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതിയെ പിന്നീടാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും ബാക്കി നടപടികളൊക്കെ പൂർത്തീകരിച്ചത്. അതേസമയത്ത് ഈ പ്രതി തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളടക്കം നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളണം എന്നുള്ളൊരാവശ്യം കോടതിക്ക് മുൻപാകെ പോലീസ് വയ്ക്കുന്നുണ്ട്. പ്രതി ഈ ആളുകളെ സ്വാധീനിക്കാനുള്ള ശ്രമം അടക്കം ഉണ്ട്. അതുകൊണ്ട് പ്രതിയുടെ ജാമ്യാപേക്ഷയെ എതിർക്കുകയാണ് പോലീസ് ചെയ്തിട്ടുള്ളത്. ഈ ലഹള ഉണ്ടാക്കുന്നത് ഉൾപ്പെടെയുള്ള കലാപാഹ്വാനത്തിന് അടക്കം ഉള്ള വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ജാമ്യമില്ല വകുപ്പ് പ്രകാരം ഉള്ള കേസാണ് എടുത്തിട്ടുള്ളത്. അത് കോടതി അംഗീകരിക്കുമോ അതല്ല ഈ പ്രതിഭാഗത്തിന്റെ വാദം ഇയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നുള്ള ആവശ്യമാണ് കോടതിക്ക് മുൻപാകെ വെക്കുന്നത്. അത് കോടതി അംഗീകരിക്കുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ശരി, നന്ദി അർജുൻ.